ഇപ്പോഴും നമ്മൾ ട്രാൻസ്ക്രിപ്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് പോയിട്ടില്ല. അതിൽ തന്നെയുള്ളതാണ് ടൈപ്സ് ഓഫ് RNA ആൻഡ് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് ആ പ്രോസസ്സ് നടക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അതിലെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണ് അതൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇനി ഏതാണ് 3 ടൈപ്സ് ഓഫ് RNA, അത് ഏതൊക്കെയാണ് അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. 3 ടൈപ്സ് ഓഫ് RNA എന്ന് പറയുന്നതാണ് mRNA, tRNA ആൻഡ് rRNA. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. mRNA പ്രൊവൈഡ്സ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. mRNA ആണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ mRNA ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ DNA നിന്ന് RNA ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ RNA ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട്. ഇനി ആ RNA നോക്കിയാണ് നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആ പ്രോസസ്സിനാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ mRNAയുടെ ഫങ്ഷൻ ഇതാണ്. ഇറ്റ് ആക്ട്സ് ആസ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. അടുത്തതാണ് tRNA. tRNA ബ്രിങ്സ് അമിനോ ആസിഡ്സ് ആൻഡ് റീഡ്സ് ദ ജനറ്റിക് കോഡ്. tRNAയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമിനോ ആസിഡുകളെ കൊണ്ടുവരും. ജനറ്റിക് കോഡ് നോക്കിക്കൊണ്ട് അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ്, കൊണ്ടുവരുന്ന RNAകൾക്ക് പറയുന്ന പേരാണ് tRNA ഓർ ട്രാൻസ്ഫർ RNA. നെക്സ്റ്റ് വണ്ണാണ് rRNA, റൈബോസോമൽ RNA. ഇറ്റ് പ്ലേസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്ന ആൾ. അതുപോലെ സ്ട്രക്ചറൽ റോളും ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേഷൻ്റെ സമയത്താണ് അത് rRNA റൈബോസോമുകളെ ഫോം ചെയ്യാൻ. റൈബോസോംസ് are made up of RNA and protein. അതാണ് സ്ട്രക്ചറൽ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് കാറ്റലിസ്റ്റ്. ട്രാൻസ്ലേഷൻ്റെ സമയത്ത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക, ആ പ്രോസസ്സിൻ്റെ സ്പീഡ് കൂട്ടുക, അതും ചെയ്യുന്ന ആളാണ് rRNA. ഓക്കെ. അപ്പോൾ ഈ 3 RNA, ഈ 3 RNAയും നമുക്ക് എന്ത് വേണം? പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമാണ്. ഒരു സിംഗിൾ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് കാറ്റലൈസസ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് RNA ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയുടെ കേസിലെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ഇല്ലേ, ആ എൻസൈം ആകെ ഒരു ടൈപ്പേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഒന്നുമില്ല. ഒരു ടൈപ്പ് ഓഫ് RNA പോളിമറൈസേ ഉള്ളൂ. ആ RNA പോളിമറൈസാണ് ഈ കാണുന്ന എല്ലാ RNAകളെയും സിന്തസൈസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരത്തിലുണ്ട്: mRNA, tRNA, rRNA. mRNA പ്രൊവൈഡ്സ് ടെംപ്ലേറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു എന്തിനെ ബേസ് ചെയ്താണോ പുതിയതുണ്ടാവുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ടെംപ്ലേറ്റ്. ദെൻ tRNA ബ്രിങ്സ് അമിനോ ആസിഡ്സ് ആൻഡ് റീഡ്സ് ജനറ്റിക് കോഡ്. tRNA എന്താ ചെയ്യുന്നത്? അമിനോ ആസിഡ്സിനെ കൊണ്ടുവരികയും ജനറ്റിക് കോഡ് റീഡ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് tRNAയുടെ ഫങ്ഷൻ. അടുത്തതാണ് rRNA. rRNA പ്ലേസ് സ്ട്രക്ചറൽ ആൻഡ് കാറ്റലിറ്റിക് റോൾ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഓൾ ദ 3 RNAs ആർ നീഡഡ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്. ഇനി പറയുന്നത് ഒരു സിംഗിൾ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ, ഈ 3 RNAയും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ സഹായിക്കുന്നത്, ഈ 3 RNAയും ഫോം ചെയ്യാൻ സഹായിക്കുന്നത്. എവിടെ? ഇൻ കേസ് ഓഫ് ബാക്ടീരിയ, അതായത് പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ. ഓക്കെ. ഇനിയാണ് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ് ആണ് പറയുന്നത്, ബാക്ടീരിയ. നമ്മൾ പറഞ്ഞു ബാക്ടീരിയയുടെ ഒക്കെ കേസിൽ RNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം ഒരു സിംഗിൾ ടൈപ്പേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? വാട്ട് ആർ ദ 3 സ്റ്റെപ്സ് ഇൻവോൾവ്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ദീസ് ആർ ദ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ്. അപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA പോളിമറൈസ് ഫസ്റ്റ് വരുന്നത് RNA പോളിമറൈസ് എൻസൈമാണ്. ഇവിടുത്തെ എൻസൈമാണ്, വീണ്ടും പറയുന്നു, ഇവിടുത്തെ എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടെന്ന് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഇതാണ് പ്രൊമോട്ടർ,
ഇതാണ് സ്ട്രക്ചറൽ ജീൻ. ദിസ് ഇസ് ടെർമിനേറ്റർ. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ RNA polymerase binds to the promoter and initiates transcription. RNA polymerase identify ചെയ്യും. Promoter is the region which is identified by and gets attached by the RNA polymerase enzyme. അപ്പോൾ RNA polymerase എന്ന് പറഞ്ഞ എൻസൈം അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയ ആണ് ഈ പ്രൊമോട്ടർ. ഇങ്ങനെ ഇതാണ് RNA polymerase എന്ന് വിചാരിക്കുക. RNA polymerase അറ്റാച്ച് ചെയ്തു. അപ്പോൾ RNA polymerase അറ്റാച്ച് ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് ആ DNA ഡബിൾ ഹെലിക്സ് ഒന്ന് അൺവൈൻഡ് ചെയ്യും. DNA ഡബിൾ ഹെലിക്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. DNA ഡബിൾ ഹെലിക്സ് ഇതാണ് DNA ഡബിൾ ഹെലിക്സിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ എവിടെയാണോ RNA polymerase അറ്റാച്ച് ചെയ്യുന്നത് ആ ഭാഗം താൽക്കാലികമായി അൺവൈൻഡ് ചെയ്യും. അതായത് എങ്ങനെയാണ് കണ്ടോ, ഈ ഭാഗം ഇവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗം മാത്രം അൺവൈൻഡ് ചെയ്യും. ഈ ഭാഗം മാത്രം താൽക്കാലികമായിട്ട് അൺവൈൻഡ് ചെയ്യും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ RNA polymerase binds temporarily with the initiation factor to initiate transcription. അപ്പോൾ ഈ പ്രൊമോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്, പ്രൊമോട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ RNA polymerase ദിസ് ഓറഞ്ച് കളർ സ്ട്രക്ചർ ഇസ് നോൺ ആസ് RNA polymerase. ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചറും കൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് സിഗ്മ ഫാക്ടർ. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റ് സമയത്ത് RNA polymerase സിഗ്മ ഫാക്ടറോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടാണ്. RNA polymerase gets attached to sigma factor and then it gets attached to the promoter region. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളറിൽ കാണുന്ന സ്ട്രക്ചർ, ആ പ്രൊമോട്ടറിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ സിഗ്മ ഫാക്ടറുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ്. അതൊരു ടെമ്പററി ബൈൻഡിങ് ആണ്, ഒരു താൽക്കാലികമായിട്ടുള്ള ബൈൻഡിങ് ആണ്. അപ്പോൾ അതിനാണ് ഇനീഷ്യേഷൻ എന്ന് പറയാം. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത്? RNA polymerase identifies the promoter region. Also, RNA polymerase in association with sigma factor, ഒരു പ്രോട്ടീനാണ്. In association with sigma factor, RNA polymerase gets attached to the promoter region. RNA polymerase വന്ന് പ്രൊമോട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം? പിന്നെ ആ അറ്റാച്ച് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അവിടെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് അൺവൈൻഡിങ് നടക്കും. സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെലിക്കൽ സ്ട്രക്ചർ അതിൻ്റെ ഹൈഡ്രജൻ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് താൽക്കാലികമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇത്രയും പ്രോസസ്സാണ് ഇനീഷ്യേഷനിലുള്ളത്. നെക്സ്റ്റ് വൺ, ഇലോങ്ങേഷൻ. ഇൻ ഇലോങ്ങേഷൻ അൺവൈൻഡിങ് ഇസ് ഫോളോഡ് ബൈ ഇലോങ്ങേഷൻ. ഈ സ്ട്രാൻഡ് അൺവൈൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സ്ട്രാൻഡ് അൺവൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഭാഗത്ത് കാണാം, ഇത് കണ്ടോ, ഇവിടെ താൽക്കാലികമായിട്ട് സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്ട്രാൻഡ് അൺവൈൻഡിങ് കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന പ്രോസസ്സാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ ഈസ് ഓൾസോ ഹെൽപ്പ് ബൈ ദ എൻസൈം RNA polymerase. ഇലോങ്ങേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ RNA polymerase ഇങ്ങനെ മൂവ് ചെയ്യും, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ DNA സ്ട്രാൻഡെങ്കിൽ പ്രൊമോട്ടറിൽ വന്ന RNA polymerase അറ്റാച്ച് ചെയ്തു. RNA polymerase എന്ത് ചെയ്യും? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന ഭാഗത്ത് താൽക്കാലികമായിട്ട് ഈ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും. ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ താൽക്കാലികമായി സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും. ബാക്കി പുറകിലുള്ള ഭാഗത്ത് അത് അടയുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സ്ട്രാൻഡ് താൽക്കാലികമായിട്ട് അൺവൈൻഡ് ചെയ്യാണ് ചെയ്യുക. ആ ഭാഗത്ത് താൽക്കാലികമായിട്ട് അൺവൈൻഡ് ചെയ്യും. അതായത് RNA polymerase അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ RNA polymerase ആ DNAയിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന ഭാഗത്ത് സ്ട്രാൻഡ് ഇങ്ങനെ വിട്ട് പോരും. RNA polymerase ഇങ്ങനെ മൂവ് ചെയ്ത് പോരുകയാണ്. പോരുമ്പോഴൊക്കെ ഇങ്ങനെ വിട്ട് പോരും. ആ മൂവ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ വിട്ട് പോരുന്നുള്ളൂ. ബാക്കിലെ സൈഡോ അവിടേക്ക് RNA പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. RNA polymerase ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ RNA സിന്തസൈസിങ് ആണ്. ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്തിട്ട് പുതിയ RNA ഉണ്ടാക്കുകയാണ്. അപ്പോൾ RNA ഇങ്ങനെ സിന്തസൈസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടാവും. ആ RNA സിന്തസൈസ് ചെയ്തുകൊണ്ട് വരുന്ന ഈ പോളിമറൈസ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിലുള്ള സ്ട്രാൻഡൊക്കെ ആ പഴയ പോലെ വൈൻഡ് ചെയ്യാൻ തുടങ്ങും. അതായത് പഴയ സ്ട്രക്ചർ, നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അറ്റൈൻ ചെയ്യും. ഫ്രണ്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് മാത്രം സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യും. അത് നിങ്ങൾക്ക് ആ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഇനീഷ്യേഷൻ്റെ സമയത്ത് എവിടെയാണോ അറ്റാച്ച് ചെയ്യുന്നത് ആ അറ്റാച്ച് ചെയ്ത ഭാഗം മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്യുന്ന അപ്പം കാണിച്ചിട്ടില്ല. ഓപ്പൺ ചെയ്തിരിക്കുന്ന ആ ഭാഗമാണ് ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
നോക്കിയാൽ RNA പോളിമറൈസ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പോയി. അപ്പോൾ ആ മൂവ് ചെയ്ത് പോകുമ്പോൾ ബാക്കിലുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെയും പഴയ രീതിയിലെത്തും. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ ഡയറക്ഷൻ മാത്രം എന്ത് പറ്റും, സ്ട്രാൻഡ് ഓപ്പൺ ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ഈ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ RNA പോളിമറൈസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് RNA പോളിമറൈസ് റീഡ് ചെയ്യും. ആരെ റീഡ് ചെയ്യും? നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ റീഡ് ചെയ്യും. ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ റീഡ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് പോകും. അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് ഈ യെല്ലോ കളറിൽ കാണുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റിലെ ഡയഗ്രാം തന്നെയാണ്, ഇതിൽ ക്ലിയർ അല്ലെങ്കിലും ടെക്സ്റ്റിൽ നോക്കുക. അപ്പോൾ ഈ കാണുന്നതാണ് RNA. യെല്ലോ കളറിൽ കാണുന്ന ഒരു ഇലോങ്ങേറ്റഡ് സ്ട്രക്ചറാണ് RNA. അപ്പോൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് RNA ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മൂവ് ചെയ്യും. ഇപ്പം ഞാനാണ് RNA പോളിമറൈസ്, ഞാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എൻ്റെ ബാക്കിൽ എന്ത് ചെയ്യും, ഞാൻ റീഡ് ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഞാൻ DNA റീഡ് ചെയ്യും, അതിനനുസരിച്ച് നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡിനെ ഇവിടെ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന RNAയുടെ ലെങ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ആ കാണിക്കുന്നത്. നോക്കി, ഇലോങ്ങേഷനിൽ ഒരു ലെങ്ത്തിലെത്തിയ RNA അടുത്ത ടെർമിനേഷൻ ആകുമ്പോഴത്തേക്കും മാക്സിമം ലെങ്ത്ത്, അത് RNA ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ RNA മൂവ് ചെയ്ത് ടെർമിനേറ്ററിലെത്തുമ്പോൾ, when it reaches the terminator region, when the RNA polymerase reaches the terminator region, the newly formed RNA and RNA polymerase fall off. ന്യൂലി ഫോംഡ് RNA എന്ന് പറഞ്ഞാൽ ആരാണ്? ഇതാണ് ന്യൂലി ഫോംഡ് RNA. ഇതാണ് RNA പോളിമറൈസ്. ഈ സ്റ്റെപ്പാണ് ടെർമിനേഷൻ. ടെർമിനേഷൻ്റെ സമയത്ത് RNA പോളിമറൈസ് ഇവിടെയായിരുന്നു അറ്റാച്ച് ചെയ്തിരുന്നത്. RNA പോളിമറൈസ് വിൽ fall off, ഇങ്ങോട്ട് വീഴും. RNA പോളിമറൈസും പുതിയ RNAയും താഴേക്ക് വീഴുമ്പോൾ, താഴേക്കെന്നല്ല, DNA സ്ട്രാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ആ സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ കാരണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ സഹായിച്ചത് സിഗ്മ ഫാക്ടറായിരുന്നു. ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം റോ ഫാക്ടറാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്തിരിക്കുക. പ്രൊമോഷൻ അല്ല, അപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ സഹായിക്കുന്നത് സിഗ്മ ഫാക്ടറും ടെർമിനേഷന് സഹായിക്കുന്നത് റോ ഫാക്ടറും. അപ്പോൾ when RNA polymerase reaches the terminator region, the newly formed RNA and RNA polymerase will fall off. RNA polymerase താഴേക്ക് പോകും, അല്ലെങ്കിൽ സ്ട്രാൻഡിൽ നിന്ന് വിട്ടുപോകും. The RNA polymerase binds temporarily with the termination factor to terminate transcription. ആ ടെർമിനേഷൻ ഫാക്ടറിനെയാണ് നമ്മൾ റോ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീൻ കളറിലിരിക്കുന്ന സാധനം റോ ഫാക്ടർ. അപ്പോൾ അത് ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി പറയുന്നത്, in bacteria, transcription and translation takes place in the same compartment. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല. സാധാരണഗതിയിൽ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? അതായത് യൂക്യാരിയോട്സിൻ്റെ കേസിൽ ഒരു സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ, അങ്ങനെ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ഒക്കെ ഉള്ള യൂക്യാരിയോട്സിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. കാരണം DNA ഇരിക്കുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. DNAയിൽ നിന്നാണ് നമ്മൾ RNA ഉണ്ടാക്കേണ്ടത്. അപ്പോൾ DNA എവിടെയാണോ അവിടെയല്ലേ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ട്രാൻസ്ലേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായ mRNAയിൽ നിന്ന് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോട്ടീൻ പ്രൊഡക്ഷൻ, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് റൈബോസോം. കേട്ടിട്ടില്ലേ ഫസ്റ്റ് ഇയറിൽ റൈബോസോം? റൈബോസോം എവിടെയിരിക്കുന്നത്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണോ പുറത്താണോ? എസെൻഷ്യലി പുറത്താണ്. സൈറ്റോപ്ലാസ്മിക് ഓർഗനലാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന RNA എന്ത് ചെയ്യുന്നറിയാം, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് സൈറ്റോപ്ലാസിലേക്ക് വരും. എന്നിട്ട് സൈറ്റോപ്ലാസിൽ വെച്ച് ട്രാൻസ്ലേഷൻ നടക്കും. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂക്യാരിയോട്സിൻ്റെ കേസിലാണ് ഈ പറയുന്നത്. അതേസമയം പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ അത് കപ്പിൾഡ് ആണെന്ന് പറയും. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ്. കാരണം ബോത്ത് ഒക്കർ ഇൻ ദ സെയിം കമ്പാർട്ട്മെൻറ്റ്. രണ്ടും നടക്കുന്നത് സെയിം കമ്പാർട്ട്മെൻറ്റിലാണ്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നത് ഒരേ കമ്പാർട്ട്മെൻറ്റിലാണ്. അവർക്ക് ഒരു ന്യൂക്ലിയസ് അല്ലെങ്കിൽ അവർക്കൊരു ന്യൂക്ലിയസിനൊരു ഡിഫറൻസിയേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ സിംപിളി എംപെഡഡ് ഇൻ ദ സൈറ്റോപ്ലാസിലേക്ക് വെറുതെ വച്ചിരിക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ വരച്ച് കാണിച്ചതൊക്കെയാണ്. ഒരു
സെല്ലുണ്ടെങ്കിൽ ആ സെല്ലിൽ വെറുതെ ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പ്രോകാരിയോട്സിൻ്റെ കേസിൽ. അതേസമയം യൂകാരിയോട്സിൻ്റെ കേസിലാണെങ്കിൽ ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ DNA അല്ലെങ്കിൽ RNA എന്ന് പറയുന്നത്. ഇവിടെ ആ കേസില്ല. അതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ കേസിൽ അല്ലെങ്കിൽ പ്രോകാരിയോട്സിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സെയിം കമ്പാർട്ട്മെൻറ്റ് സിൻസ് ദർ ഇസ് നോ സെപ്പറേഷൻ ഓഫ് സൈറ്റോസോൾ ആൻഡ് ന്യൂക്ലിയസ് ഇൻ ദ ബാക്ടീരിയ. അതായത് ഈ RNA മോളിക്യൂളിലെ ഈ RNA മോളിക്യൂൾ ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴത്തേക്കും തന്നെ അവിടെ അടുത്ത് തന്നെ റൈബോസോമുകൾ ഉണ്ടാവും. റൈബോസോം പോയി ഇതിനോട് അറ്റാച്ച് ചെയ്യും. അതായത് ഇത് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ DNA-യിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, ടെർമിനേഷൻ വരെ എത്തിയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു RNA മോളിക്യൂൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ റൈബോസോം എന്ത് ചെയ്യും? ഈ പറയുന്ന RNA ആയിട്ട് അറ്റാച്ച് ചെയ്യും. ഈ റൈബോസോം വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അവിടുന്ന് പ്രോട്ടീൻ സിന്തസിസ് അങ്ങ് തുടങ്ങും. അതായത് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങി ഇത്തിരി കഴിയുമ്പോഴത്തേക്കും തന്നെ അതിൽ കൂടെ തന്നെ ട്രാൻസ്ലേഷനും സ്റ്റാർട്ട് ചെയ്യും. എവിടെ? ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ് എന്ന് പറയും. അത് ചോദിക്കാറുണ്ട്. ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ്. വൈ? ബിക്കോസ് ഇൻ പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ occurs in the same compartment. അപ്പോൾ as soon as the RNA molecule is formed അല്ലെങ്കിൽ RNA molecule is forming, the ribosome gets attached to the newly formed RNA and starts translation സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നതാണ് അതേസമയം യൂകാരിയോട്സിൻ്റെ കേസിൽ ഇത് നടക്കില്ല. കാരണം ഉണ്ടായി വന്ന RNA മോളിക്യൂള് എന്ത് ചെയ്യണം? ഉണ്ടായി വന്ന RNA മോളിക്യൂള് പുറത്തേക്ക് കടന്ന് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് കടന്ന് സൈറ്റോപ്ലാസത്തിലെത്തിയിട്ട് അവിടെ വെച്ച് ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാൻസ്ലേഷൻ ബിഗിൻ മച്ച് ബിഫോർ mRNA ഈസ് ഫുള്ളി ട്രാൻസ്ക്രൈബ്ഡ്. അതാണ് ഈ ഇത് എഴുതിയെടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ്. വൈ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസറാണ് ഇത്രയും ഭാഗം, ഈ ഭാഗം. ഇൻ കേസ് ഓഫ് പ്രോകാരിയോട്സ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ കപ്പിൾഡ്. വൈ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വരുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ട്. mRNA, rRNA ആൻഡ് tRNA. അതിൽ mRNAയുടെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിൽ ടെംപ്ലേറ്റ് ആക്ട് ചെയ്യുക. tRNAയുടെ ഫംഗ്ഷൻ അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുക. ആ ക്യാരി ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ട്രാൻസ്ലേഷനിൽ പഠിക്കും. ഓൾസോ rRNAയുടെ ഫംഗ്ഷൻ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നു, അതായത് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നു. അതുപോലെ തന്നെ സ്ട്രക്ചറൽ റോളും ഉണ്ട്. സ്ട്രക്ചറൽ റോൾ എന്ന് പറഞ്ഞാൽ റൈബോസോം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ rRNA. ഇനി സ്റ്റെപ്സാണ് ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്നു. ആരുമായിട്ട്? പ്രൊമോട്ടറുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ബൈൻഡിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീനാണ് സിഗ്മ ഫാക്ടർ. ഇത്രയുമാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ബൈൻഡിങ് ദ DNA ഡബിൾ ഹെലിക്സ് സ്റ്റാർട്ട്സ് അൺവൈൻഡിങ് അറ്റ് ദ പെർട്ടിക്കുലർ പോയിൻറ്റ്. ആ പോയിൻറ്റിൽ അല്ലെങ്കിൽ ആ ലോക്കൽ ഏരിയയിൽ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. അൺവൈൻഡിങ്ങിന് ശേഷം ദ RNA പോളിമറൈസ് വിൽ മൂവ് ത്രൂ ദ DNA സെഗ്മെൻറ്റ്. RNA പോളിമറൈസ് മൂവ് ചെയ്യും DNA-യിൽ കൂടി. എന്നിട്ട് ആരെ നോക്കി? അതായത് അക്കോർഡിംഗ് ടു ദ സീക്വൻസ് ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ദിസ് RNA പോളിമറൈസ് ആഡ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ഫോം ന്യൂ RNA. ആരുടെ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ സീക്വൻസ് അനുസരിച്ച് RNA പോളിമറൈസ് പുതിയ RNA ഉണ്ടാക്കും. അതാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷനിൽ സംഭവിക്കുന്നത് ഇലോങ്ങേഷൻ ഓഫ് RNA ആണ്. അതായത് RNAയുടെ നീളം കൂടുക. ആ ഡയഗ്രത്തിൽ നോക്കി അറിയാം. അടുത്തതാണ് ടെർമിനേഷൻ. ടെർമിനേഷൻ്റെ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ടെർമിനേഷൻ എ ഫാക്ടർ നോൺ ആസ് റോ ഫാക്ടർ ഗെറ്റ്സ് അറ്റാച്ച് ടു ദ RNA പോളിമറൈസ്. RNA പോളിമറൈസിലേക്ക് ഒരു റോ ഫാക്ടർ അറ്റാച്ച് ചെയ്യും. ആസ് എ റിസൾട്ട് ദ RNA പോളിമറൈസ് വിൽ ബി സെപ്പറേറ്റഡ് ആൻഡ് ദ ന്യൂലി ഫോംഡ് RNA പോളിമറൈസും പുതിയതായിട്ടുണ്ടായ RNAയും സെപ്പറേറ്റ് ചെയ്യും. എവിടെ നിന്ന്? ഫ്രം ദ DNA സ്ട്രാൻഡ്. അങ്ങനെ
ആ പ്രോസസ്സ് എൻഡ് ചെയ്യും. അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. ഇനി ഇത് പറയുന്നത് പ്രോക്യാരിയോട്സിൻ്റെ കേസിലാണ്. ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ് ബിഫോർ ദ ടെർമിനേഷൻ, ഈവൻ ബിഫോർ ടെർമിനേഷൻ, അതായത് ആസ് സൂൺ ആസ് ദ പ്രോസസ് സ്റ്റാർട്ട്സ് ദ റൈബോസോംസ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ ന്യൂലി ഫോംഡ് RNA. ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പുതിയ ഒരു കുഞ്ഞു കഷ്ണം ഉണ്ടായാൽ തന്നെ ആ സെഗ്മെൻറ്റിൻ്റെ അറ്റത്തേക്ക് റൈബോസോംസ് അറ്റാച്ച് ചെയ്യും. ആൻഡ് സ്റ്റാർട്ട്സ് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്. സോ ട്രാൻസ്ലേഷൻ ബിഗിൻസ് മച്ച് ബിഫോർ mRNA ഈസ് ഫുള്ളി ട്രാൻസ്ക്രൈബ്ഡ്. mRNA മുഴുവനായി ഉണ്ടാവുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ട്രാൻസ്ലേഷൻ തുടങ്ങും. സോ ദിസ് പ്രോസസ് ഇൻ ദിസ് കേസ്, അതായത് ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്സ്, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ആർ സെറ്റ് ടു ബി കപ്പിൾഡ് ആണെന്ന് പറയും. ഇനി അടുത്തത് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്. ഇതും കൂടെ പറഞ്ഞാലേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സിലാണ്. യൂകാരിയോട്സിൻ്റെ കേസിൽ 3 RNA പോളിമറൈസുകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോക്യാരിയോട്സിൻ്റെ കേസിൽ ഒരു സിംഗിൾ RNA പോളിമറൈസേ ഉള്ളൂ എന്ന്. ബട്ട് ഇൻ കേസ് ഓഫ് യൂകാരിയോട്സ് there are 3 types of RNA polymerases. They are RNA polymerase 1, 2 and 3. RNA polymerase 1 transcribe rRNA. RNA polymerase 1ൻ്റെ ഫംഗ്ഷൻ rRNA synthesizing ആണ്. rRNA ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 28S, 18S, 5.8S എന്നൊക്കെ പറഞ്ഞിട്ട്. ആ S എന്ന് പറഞ്ഞാൽ സ്വെഡ്ബർഗ് യൂണിറ്റ് ആണ്. അതായത് സെഡിമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. സെഡിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ, ആ മോളിക്കുലർ വെയ്റ്റിനനുസരിച്ച് സെഡിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ RNAകളെ പലതായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റാണ് സ്വെഡ്ബർഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ് 28S, 18S, 5.8S എന്നൊക്കെ പറയുന്നത്. ദെൻ RNA polymerase 2 ട്രാൻസ്ക്രൈബ്സ് പ്രിക്കേഴ്സർ ഓഫ് mRNA. അതായത് mRNAയുടെ പ്രിക്കേഴ്സർ. ഇപ്പോൾ ഈ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ യെല്ലോ കളറിൽ കാണുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ RNA എന്നാണ് പറയുന്നത്. പക്ഷേ ശരിക്കും അത് mRNA അല്ല. ആ RNAയുടെ പേരാണ് hnRNA, ഹെറ്ററോ ന്യൂക്ലിയർ RNA. ദിസ് hnRNA അണ്ടർഗോസ് സം പ്രോസസ്സസ്. ഈ hnRNA ചില കാര്യങ്ങൾ നടന്ന്, ചില പ്രോസസ്സുകൾ നടന്നാണ് mRNA ആയിട്ട് മാറുന്നത്. Then the last enzyme is RNA polymerase 3. It transcribes tRNA, 5S rRNA and snRNA. snRNA എന്ന് പറഞ്ഞാൽ സ്മോൾ ന്യൂക്ലിയർ RNA ആണ്. അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന RNAകളുടെ ചെറിയ പീസസ്, അതിനാണ് നമ്മൾ snRNA എന്ന് പറയുന്നത്. അപ്പോൾ these are the three RNA polymerases present in eukaryotes. RNA polymerase 1 transcribed rRNA, 2 transcribed hnRNA and 3 transcribed tRNA, 5S rRNA and snRNA. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഉണ്ടാവുന്നത് ഈ യെല്ലോ കളറിൽ നിങ്ങൾ കാണണ്ടെന്ന് വിചാരിക്കുന്നു. ഈ യെല്ലോ കളറിൽ വരുന്ന RNA എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് അത് mRNA അല്ല, ദറ്റ് ഈസ് hnRNA. അപ്പോൾ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് mRNA ആൻഡ് hnRNA? or how hnRNA is transformed to form mRNA. hnRNA എങ്ങനെയാണ് mRNA ആയിട്ട് മാറുന്നത്? ആ മാറുന്നത് 3 പ്രോസസ്സിൽ കൂടിയാണ്. അതാണ് ഈ പറയുന്നത് RNA സ്പ്ലൈസിങ്, RNA ക്യാപ്പിംഗ് ആൻഡ് RNA ടെയിലിംഗ്. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്ന് തുടങ്ങിയ 3 പ്രോസസ്സിൽ കൂടിയാണ് ഈ hnRNA ട്രാൻസ്ഫോം ചെയ്ത് mRNA ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ പ്രോസസ്സ് നോക്കാം. സ്പ്ലൈസ് ചെയ്യാൻ വെച്ചാൽ എന്താ? കട്ട് ചെയ്യുക. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഉണ്ടാവുന്ന RNA ഇല്ലേ, ഈ RNAയുടെ പേരാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിൽ എക്സോൺസും ഉണ്ടാവും, ഇൻട്രോൺസും ഉണ്ടാവും. ബോത്ത് എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. അതിൽ എക്സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോൺസും ഉണ്ടാവും, ഇൻട്രോൺസും ഉണ്ടാവും. ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് സെഗ്മെൻറ്റ്സ് ആണ് ഇൻട്രോൺ. അതായത് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് അല്ല, പ്രോട്ടീൻ സിന്തസിൽ പങ്കെടുക്കാത്ത പോർഷൻസ് ആണ് ഇൻട്രോൺ എന്ന് പറയുന്നത്. എക്സോൺ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്. ഇനാക്റ്റീവ് ഇൻട്രോൺ എന്ന് ഓർത്താൽ മതി. എക്സോൺസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ്, പ്രോട്ടീൻ സിന്തസിൽ പങ്കെടുക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ എക്സോൺസും ഉണ്ടാവും, ഇൻട്രോൺസും ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, യെല്ലോ ആയിട്ട് കാണുന്ന എക്സോണും ഓറഞ്ച് കളറിൽ കാണുന്നത് ഇൻട്രോണും.
അപ്പോൾ ഇൻട്രോൺ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നാച്ചുറലി എന്ത് ചെയ്യും? ആവശ്യമില്ലാത്തതിനെ മുറിച്ച് കളയും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻസൈംസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ ഇൻട്രോണുകളെ റിമൂവ് ചെയ്യും. എന്നിട്ട് എക്സോണുകളെ ജോയിൻ ചെയ്യും. ആ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളാണ് എൻസൈംസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിന് പറയുന്ന വേറൊരു പേരാണ് മോളിക്കുലാർ സിസേഴ്സ്. മോളിക്കുലാർ കത്രികകളാണ്. മോളിക്കുലാർ ഗ്ലൂ നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാ? DNA ലിഗേസ്. ഇവിടെ പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ആ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് ഇത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സിസേഴ്സ് കത്രികകളാണ്. അപ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത ഇൻട്രോണുകളെ മുറിച്ച് എക്സോൺസിനെ ജോയിൻ ചെയ്യും. അതിനാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ ഉണ്ടാവുന്ന പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെർമിനേഷൻ കഴിഞ്ഞ് ഉണ്ടാവുന്ന ഈ പ്രോഡക്റ്റാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. This primary transcript includes both exons and introns. Exons are active sequences while introns are inactive sequences. അപ്പോൾ cutting introns and joining exons, അതിനാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതാണ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ HNRNA അണ്ടർഗോസ് അഡീഷണൽ പ്രോസസ്സിംഗ് കോൾഡ് ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന HNRNAയുടെ 5' ഒരു മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ അറ്റാച്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അറ്റാച്ചിങ് മീഥൈൽ, അതൊക്കെ കാണാതെ പഠിക്കുക ചെയ്യാൻ പറ്റുള്ളൂ. മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് അതിനെ ആഡ് ചെയ്യും. എങ്ങോട്ട്? HNRNAയുടെ 5' ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ക്യാപ്പിംഗ്. ടെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HNRNAയുടെ 3' നമ്മൾ പോളി അഡിനിലേറ്റ് റെസിഡ്യൂസിനെ ആഡ് ചെയ്യും. പോളി അഡിനിലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ന്യൂക്ലിയോടൈഡ്സ്, ഓൾ ദ ന്യൂക്ലിയോടൈഡ്സ് ഹാവ് അഡിനൈൻ ആസ് നൈട്രജൻ ബേസ്. അഡിനൈൻ നൈട്രജൻ ബേസ് ആയിട്ടുള്ള ഒരു 200 to 300 ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും. എങ്ങോട്ട്? 3' അതിന് പറയുന്ന പേരാണ് ടെയിലിംഗ്. ഓക്കെ. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ടു ദ 5' end of HNRNA. ടെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് 200 to 300 ന്യൂക്ലിയോടൈഡ്സ് കൺസിസ്റ്റ് ഓഫ് അഡിനൈൻ ആസ് ദ നൈട്രജൻ ബേസ്. അത് 3' ആഡ് ചെയ്യും. അപ്പോൾ ഈ 3 പ്രോസസ്സും ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ്, ഇത് 3 പ്രോസസ്സിനെയാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയാം. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞുള്ള മോഡിഫിക്കേഷൻസ്. അതാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ്. ഏതൊക്കെയാണ്? RNA സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ്. സ്പ്ലൈസിങ് മീൻസ് cutting of inactive introns and joining of exons. Capping means adding a methyl guanosine triphosphate to the 5' end of the HNRNA. Tailing means adding polyadenylate residues, that is 200 to 300 nucleotides consists of adenine as the nitrogen base to the 3' end. ഇതിനാണ് ടൈലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ഉള്ള പോർഷൻസ്. ട്രാൻസ്ക്രിപ്ഷനിൽ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ, അത് കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റാണ് HNRNA ഓർ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. HNRNA ഓർ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. ദിസ് HNRNA ഓർ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അണ്ടർഗോസ് മോഡിഫിക്കേഷൻസ് ടു ഫോം mRNA. This is all about transcription.